കർത്താവിൽ പ്രിയരെ, കുറേ നാളുകളായി ഈ ആത്മീയ ജീവിതത്തിൽ നടന്നിട്ട് ഉയരാത്ത കുറച്ച് വ്യക്തികളുമായിട്ട് പരിചയപ്പെടാനായിട്ട് ഇടയായി. സാധാരണഗതിയിൽ നമ്മൾ ആത്മീയ ജീവിതത്തിൽ നടക്കുമ്പോൾ ചിലവർക്ക് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നടന്നു കിട്ടാനായിട്ട് കുറച്ച് താമസം എടുക്കും. എന്നാൽ ചില വിഷയങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും നടക്കാത്തതാണ് ഡെലിവറൻസ് ചെയ്ത് സ്പിരിറ്റിനെ പുറത്താക്കി അവരെ ഇതുവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ആത്മാവാണോ അത് കണ്ടെത്തി ദൈവദാസന്മാർ പുറത്താക്കി അവരെ രക്ഷപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഡെലിവറൻസ് ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്നാൽ എത്ര ഡെലിവറൻസ് ശുശ്രൂഷയിൽ പോയി വിധേയപ്പെട്ടിട്ട് പല ആൾക്കാരുടെ അടുക്കൽ പോയി വിധേയപ്പെട്ടിട്ട് പോലും ഗുണം പിടിക്കാത്ത കുറച്ച് പേരെ കണ്ട് അവരെ റിസർച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ 2 വർഷം. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ടെത്താൻ സാധിച്ചത് സ്വന്തം മനസാക്ഷിയിലുള്ള ഭക്തി അത് ശരിയായ രീതിയിൽ ക്രിസ്തുവോ അപ്പോസ്തലന്മാരോ പഠിപ്പിച്ച രീതിയിലല്ലാതെ പേഗൻ മതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് കടമെടുത്തുകൊണ്ട് വന്ന അനേകം തെറ്റായ അന്ധവിശ്വാസങ്ങളുണ്ട്. ആ അന്ധവിശ്വാസങ്ങളിൽ തളയ്ക്കപ്പെട്ട ഭജനപ്രഘോഷകരും, അതായത് ഈ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷകൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നവരും അവരുൾപ്പെടെ ഈ പേഗൻ മിത്തോളജിയും അതുപോലെ ഈജിപ്റ്റ് മിത്തോളജിയും വെച്ചുകൊണ്ട് ഊഹാപോഹങ്ങളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അതിൽ ഒരു എവിഡൻസും ഇവർ വചനത്തിൽ നിന്ന് ഇങ്ങനെയുള്ളവർ കാണിക്കാറില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഏതെങ്കിലും ഡെലിവറൻസ് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തികളുടെ, അത് ആഫ്രിക്കൻസിൻ്റെ ആയിക്കൊള്ളട്ടെ, അമേരിക്കൻസിൻ്റെ ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ നമ്മുടെ യൂറോപ്യൻ ആൾക്കാരുടേതായിക്കൊള്ളട്ടെ, പിന്നെ കേരളക്കാരുടേതായിക്കൊള്ളട്ടെ, ഇവർ ക്ലാസ് എടുക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളോട് ബൈബിൾ വചനം പൊരുത്തപ്പെടുന്നുണ്ടോ, അല്ലെ അപ്പോസ്തലിക ഉപദേശങ്ങൾ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഒന്നും പൊരുത്തപ്പെടേണ്ട, ബൈബിൾ വചനവും പൊരുത്തപ്പെടേണ്ട, ഒന്നും പൊരുത്തപ്പെടേണ്ട. എൻ്റെ മനസ്സിനിണങ്ങിയ രീതിയിൽ അവർ പറയുന്നു, അതാണ് എനിക്ക് ഓക്കെയാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ട്. അതാണ് അതിൽ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ പറയുമ്പോൾ, അതല്ലെങ്കിൽ ഈ വചനപ്രഘോഷകരായ ഈ പിശാചിനെക്കുറിച്ചും പിശാചിൻ്റെ ഉപദ്രവങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്നവർ പറയുമ്പോൾ പലപ്പോഴും ഇവർക്ക് പറ്റുന്നൊരു അബദ്ധമുണ്ട്. യേശുവിൻ്റെ ക്രൂശിലെ രക്ഷയെ പോലും ഇവർ അവഗണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന രീതികളും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഇവർ എപ്പോൾ പറഞ്ഞാലും എനിക്ക് ബോധ്യപ്പെട്ടത്, എനിക്ക് തോന്നിയത്, എനിക്ക് അങ്ങനെയാണ് വെളിപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വെളിപാടുകൾ പറഞ്ഞ് ഇത് നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട, എനിക്കിങ്ങനെയാണ് വെളിപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ അങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, എനിക്ക് വെളിപ്പെട്ടു ഇങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഷിയലിസമാണ്, പിന്നെ ഇവാഞ്ചലിസം അല്ല. ഇപ്പം ദാമോദരൻ എന്ന പേരുള്ള ഒരു ബ്രദറാണ് ക്ലാസ് എടുക്കുന്നത്. എനിക്ക് വെളിപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് ഇങ്ങനെയാണ്, പിശാച് എങ്ങനെയാണെന്ന് പറഞ്ഞു അയാൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അത് ദാമോദരനിസമാണ്. അതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണത്. അതൊരിക്കലും അപ്പോസ്തലിക ആണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിദ്ധാന്തമായിട്ട് വരും. അതുകൊണ്ട് നമ്മുടെ ആരുടെയും പേഴ്സണൽ സിദ്ധാന്തം പ്രസംഗിക്കാനല്ല പരിശുദ്ധാത്മാവ് നമ്മളെ അയച്ചത്, മറിച്ച് യേശു പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും പ്രഘോഷിക്കാനാണ് നമ്മളെ അയച്ചത് എന്ന് അമിതമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവർ പലവരും ക്രൂശിലെ രക്ഷയെ അവഗണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കൊളോസോസിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം, കൊളോസോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, പിശാചിൻ്റെ സർവ്വ ആയുധങ്ങളും യേശു ക്രൂശിൽ ഇല്ലാതാക്കി കളഞ്ഞു. അവർക്ക് പിന്നെ ആയുധം എടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അവരെ അവഹേളന എന്ന് വെച്ചാൽ പരിഹാസപാത്രമായിട്ട് നിർത്തിക്കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവർക്ക് ഇനി ആയുധങ്ങളൊന്നുമില്ല. പിശാചിൻ്റെ സർവ്വ ആയുധങ്ങളും ക്രൂശിൽ ഇല്ലാതാക്കി കളഞ്ഞു. എന്നിട്ട് അവർക്കിപ്പോൾ ആയുധം ഇല്ലാതെ അവർ എന്ത് ചെയ്തു? അവർ അവഹേളന പാത്രമാക്കി മാറ്റിയെന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. അത് തന്നെ യേശു പറയുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. കാരണം ആയുധമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. എന്നാൽ ഒരുവൻ, ഇപ്പം ഞാൻ നാളെ വന്നിട്ട് പറയാണ്, എനിക്ക് വെളിപ്പെട്ടു പിശാച് വീണ്ടും പുറത്താക്കി, യേശു ക്രൂശിൽ വെച്ച് പുറത്താക്കിയ ആയുധങ്ങളെല്ലാം അത് രണ്ടാമത് പിശാച് വീണ്ടും എടുത്ത് നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ക്രൂശിലെ രക്ഷ പരാജയപ്പെട്ടു. അത് കുറച്ച് നാളത്തേക്ക് അതിൻ്റെ
ഈ ആയുധം കീഴടക്കി പിശാചിന് ആയുധം എടുക്കാൻ പറ്റാത്ത വിധത്തിൽ കുറച്ച് നാളത്തേക്ക് മാത്രമേ ക്രൂശിന് സാധിച്ചുള്ളൂ. അത് കഴിഞ്ഞ് അവർ കൂടുതൽ ശക്തിയോടെ ദാ വന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കുരിശിലെ രക്ഷ, കുരിശിലൂടെ യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ച രക്ഷ എവിടെ പോയി? അപ്പോൾ ഈ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ ഈ ശ്രോതാക്കൾക്കൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഈ പിശാചിനെ കുറിച്ച് പൊക്കി അവൻ നിങ്ങളെ ഉപദ്രവിക്കും, അവൻ നിങ്ങളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് നമ്മൾ ഇപ്പം ഞങ്ങൾ 10-20 വർഷമായിട്ട് ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ശിഷ്യരെ പോലും പറയും, നിങ്ങൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ക്ലാസ് എടുത്ത് പഠിപ്പിക്കാൻ എന്ന് പറയും. അപ്പോൾ ഈ പിശാച് നിങ്ങളെ യേശുക്രിസ്തു ഇല്ലാതാക്കിയ ആയുധങ്ങളെല്ലാം വീണ്ടും എടുത്തു എന്ന് താണ്ട നിങ്ങളെ ഉപദ്രവിക്കുന്നെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നവർ യഥാർത്ഥത്തിൽ അവരുടെ അകത്ത് ഈ പേഗനിസം കിടക്കുന്നത് കാരണമാണ്. അതേസമയം ഇവാഞ്ചലിസം ആണെങ്കിൽ ഇതെങ്ങനെ ശരിയാകും, ഇത് തെറ്റല്ലേ പറയുന്നത്? ഇങ്ങനെ ഓരോ ഊഹം വെച്ച് സംസാരിക്കുന്ന പലതും നമുക്ക് തെറ്റാണെന്ന് തോന്നുന്നത് നമ്മളിൽ ഇവാഞ്ചലിസം കിടക്കുന്നത് കാരണമാണ്, സുവിശേഷം നമ്മളിൽ കിടക്കുന്നത് കാരണമാണ് നമുക്കങ്ങനെ തോന്നാൻ കാരണമാകുന്നത്. ഇപ്പോൾ ഒരാൾ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവാത്ത വിധത്തിൽ വേറൊരാൾക്ക് ഗ്രഹിക്കുകയാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ മിസ്റ്റേക്കായിട്ട് തോന്നാം. പക്ഷെ അതല്ല, നല്ലപോലെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എവിഡൻസ് ബൈബിളിൽ ഇല്ലല്ലോ, ഇത് ബൈബിൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ എന്ന് തോന്നുന്ന ഏതൊരു വ്യക്തിക്കും തോന്നുന്ന തലമാണെന്നുണ്ടെങ്കിൽ അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പേർ ഉയരാതിരിക്കുന്നതിൻ്റെ ചില കാരണങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് ഈ പേഗൻ മതവുമായി ബന്ധപ്പെട്ട് വിശ്വസിച്ച് അതിനെ ക്രിസ്തീയവൽക്കരിച്ചുകൊണ്ട് ബന്ധനമാണെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച് നടക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് എന്ത് നമ്മളുടെ കാഴ്ചപ്പാടുകൾ എന്താണെങ്കിലും അത് ഈ പേഗനിലെ ഗ്രീക്ക് മിത്തോളജിസ്റ്റുകൾ എഴുതിയതായിരിക്കും. അതാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ സംശയം തോന്നുന്നത് അതെന്താണ് എങ്ങനെയാണ്, ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക. ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ അടൂര് പഴകുളം പാസ് എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി ഉണ്ട്. ഞാൻ അവിടെ റെൻറ്റിനെടുത്തിട്ട് ബന്ധനമോചന ധ്യാനം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കയിലൊക്കെ പോയ ഒരു സഹോദരൻ എന്നെ കാണാൻ വന്നു. പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ വിഷയം ഇതാണ്: ഞാൻ ഒരുപാടടുത്ത് ബന്ധനമോചന ശുശ്രൂഷയ്ക്ക് പോയി, ആർക്കും എൻ്റെ ബന്ധനം അഴിക്കാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു പ്രശ്നമുണ്ട് ബ്രദർ എൻ്റെ. ഇപ്പം ഇവിടുത്തെ ശുശ്രൂഷയിൽ പുള്ളി തറയിൽ വീഴുന്നു, ഉരുണ്ട് പോകുന്നു, എല്ലാം ചെയ്യുന്നിട്ട് പിറ്റേന്നും അടുത്ത പ്രാവശ്യം വരും, എൻ്റെ ബന്ധനം അഴിഞ്ഞില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ബന്ധനമായിട്ട് നിങ്ങൾ കരുതുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറയുന്നതാണ്, അമേരിക്കയിൽ വെച്ച് ഈ കേരളത്തിൻ്റെ ഒരു ബ്രദർ, ഞാൻ ബ്രദറിൻ്റെ പേര് പറയുന്നില്ല, അപ്പോൾ 2 ബ്രദർമാർ ചേർന്ന് നടത്തുന്ന ഒരു ശുശ്രൂഷ, ഒരു സഭയുണ്ടല്ലോ. അപ്പം ആ ബ്രദർ അമേരിക്ക വന്നപ്പോൾ ഈ പുള്ളിയെടുത്ത് താമസിക്കാനായിട്ടുള്ള സൗകര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പ്രശ്നം വന്നു. ഈ പ്രശ്നം വന്ന സമയത്ത് ഈ പുള്ളി അവരിച്ചിരി മുഷിഞ്ഞാൽ പോയത്, ഈ ബ്രദേഴ്സ് എന്തോ മുഷിഞ്ഞാൽ പോയത്, ഇയാളും മുഷിഞ്ഞാൽ പോയത്. അന്ന് മുതൽ ഇയാൾക്ക് ഈ തൊടുന്നതെല്ലാം കഷ്ടതകൾ വരാൻ തുടങ്ങി. ഇപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന ആൾ വിചാരിച്ചിരിക്കുന്നത് മറ്റേ പാസ്റ്റർമാർ ഇദ്ദേഹത്തെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബന്ധനം അഴിയാൻ വേണ്ടിയിട്ടാണ് ഈ പുള്ളി ഓടി നടക്കുന്നത്. അത്രയും ഈ ബന്ധനം അഴിയാൻ വേണ്ടിയാണ്. അങ്ങനെ ഈ പല ശുശ്രൂഷകരത്ത് പോകും. ഒരു ദിവസം ബന്ധനം അഴിഞ്ഞത് പുള്ളി വിശ്വസിക്കും. പിറ്റേതായപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും നെഗറ്റീവ് കാണുവാണെങ്കിൽ വീണ്ടും ബന്ധനം നടത്തി അയാൾ വീണ്ടും എന്നെ ബന്ധിക്കുന്നുണ്ട്. ഇതിങ്ങനെ വർഷങ്ങളായിട്ട് ഈ പരിപാടിയായിട്ട് പുള്ളി പോയിക്കൊണ്ടിരിക്കുക. ഒരു മാറ്റമില്ല, ആര് പറഞ്ഞാൽ കേൾക്കത്തുമില്ല. ഇതാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവരാരും അനുസരിക്കത്തില്ല, ആര് പറയുന്നെങ്കിൽ ബൈബിളിനെ പോലും അനുസരിക്കത്തില്ല. ഇവർക്ക് ഒരു അന്ധവിശ്വാസമുണ്ട്, ഇവരത് മാത്രമേ ഇവർ ഉൾക്കൊണ്ട് നടക്കത്തുള്ളൂ. അടുത്ത റിസർച്ചിൻ്റെ ഞാൻ മനുഷ്യരെ അടുത്തത് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു വിഷയമുണ്ട്. അതായത് നമ്മൾ ഡേഞ്ചറായ ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണെന്ന് വെച്ചോ, യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ ഒരാൾ നമ്മളെ നോക്കിയാൽ ഉടനെ ഇവരുടെ ധാരണ അയാൾ എന്നെ ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ധാരണ വരും. ഇനി ഒരാൾക്ക് ഇച്ചിരി ഇഷ്ടക്കുറവ് പോയി, നിങ്ങളോട് ഒരു ഇഷ്ടക്കുറവ് ഉണ്ടായി എന്ന് വെച്ചോളുക. അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ അയാൾ നിങ്ങളുടെ ഇഷ്ടക്കുറവ് നിങ്ങളെ അവതരിപ്പിച്ചു, നിങ്ങളുടെ ശരിയല്ല. പിറ്റേന്ന് മുതൽ ഈ വ്യക്തി പോയി പലയിടത്തായിട്ട് ബന്ധനമോചനത്തിന് പോകുമ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത്
മറ്റേ വ്യക്തി ഞാൻ ഉയരാതെന്ന് വിചാരിച്ചുകൊണ്ട് എന്തോ ആഭിചാരങ്ങൾ മന്ത്രവാദം ചെയ്തു, ഇങ്ങനെ വിചാരിക്കുക. അപ്പോൾ അവൻ എന്നെ കൂടെ മന്ത്രവാദം ചെയ്യുന്നത് കാരണം ഞാൻ എത്ര പാസ്റ്റർമാർക്ക് എത്ര വചനപ്രഘോഷത്തിൽ പോയിട്ടും എൻ്റെ ബന്ധനം കഴിയുന്നില്ല. ഒരു മന്ത്രവാദം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് അടുത്തത്. മൂന്നാമത്തത്, ഏതെങ്കിലും ദൈവദാസന്മാരുമായിട്ട് കുറച്ച് നാൾ കൂടി നടക്കും. അത് കഴിഞ്ഞ് പുതിയതിടത്തോട്ട് പോകും, അവിടെ കുറച്ച് നാൾ കൂടി നടക്കും. അത് കഴിഞ്ഞ് പുതിയത് വരും. അപ്പോഴത്തേക്ക് ഇവർക്ക് ഈ അങ്ങനെ പോകുന്ന സമയത്തും ഇവർക്ക് എന്തെങ്കിലും ബന്ധനമുണ്ടെന്ന് അവർ തന്നെ സ്വയം വിചാരിച്ചിട്ട് അത് അഴിയുന്നില്ല. ഞാൻ മരിച്ചു പോകും, ഇങ്ങനെയാണെങ്കിൽ ഞാൻ തകർന്നു പോകും, ഞാൻ നശിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഓടി നടക്കുകയാണ്. ഓടി നടന്നിട്ട് പലയിടത്ത് ചെന്നിട്ടും ഇവർക്ക് ആ പഴയ ഫീലിംഗ് തന്നെ ഇപ്പോഴും ഉണ്ടെങ്കിൽ, ആദ്യം ഇവർ എവിടെയെങ്കിലും പ്രാർത്ഥനയായിട്ട് ചേർന്ന് നടന്നിട്ടുണ്ടെങ്കിൽ ആ ചേർന്ന് നടന്ന ആൾ തന്നെ എവിടെ പോയാലും തനിക്കൊരു വിടുതൽ കിട്ടരുത്, ആരും തനിക്കൊരു വിടുതൽ നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കെട്ടിയിട്ടുണ്ട്. അത് കാരണമാണ് എനിക്ക് വിടുതൽ കിട്ടാത്തത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികൾ ആ മനുഷ്യരോടൊക്കെ ചെന്നിട്ട് പറയും, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം, എന്നെ ഒന്ന് ബന്ധനം അഴിയാൻ അനുവദിക്കണം എന്നൊക്കെ ചെന്ന് പറയും. അപ്പോൾ ഈ നിരപരാധികളെ പാസ്റ്റർമാരിങ്ങനെ ഞെട്ടി നിൽക്കും, ഇതെന്തോ ഇവർ പറയുന്നത് എന്താണെന്ന് വിചാരിക്കും. എന്നൊക്കെ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇവരിങ്ങനെയുള്ള ധാരണകൾ ആരാണ് ഈ കുത്തിവെച്ച് കൊടുക്കുന്നത്? അതായത് ഇവരുടെ പ്രധാന സ്വഭാവം എന്ന് പറഞ്ഞത് തൻ്റെ തകർച്ചയ്ക്ക് ഞാനല്ല കുറ്റക്കാരൻ, അത് മറ്റൊരാളാണ് എന്ന് പറഞ്ഞ് പഴി പറയുകയാണ്. എനിക്ക് രോഗശാന്തി കിട്ടാത്തതിൻ്റെ കുറ്റക്കാരൻ ഞാനല്ല, അത് വേറൊരാൾ എന്നെ ബന്ധിച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ ഉയർച്ച കിട്ടാത്തതിൻ്റെ കാരണം ഞാനല്ല, അത് വേറൊരാൾ എനിക്കെതിരെ മന്ത്രവാദം ചെയ്തതാണ്. മറ്റൊരാളെ പഴി പറഞ്ഞ് സ്വയം നീതീകരിക്കാൻ ശ്രമിക്കുന്ന ഈ കൂട്ടരെ അത്യുന്നതനായ ദൈവം അവരെ ഒരിക്കലും വിടിവിക്കത്തില്ല എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഫരിസേയന് ഇതേ സ്വഭാവമായിരുന്നു. ഫരിസേയൻ സ്വയം നീതിമാനാണെന്ന് ചമയുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഫരിസേയൻ നടന്നു. യേശുക്രിസ്തു ഫരിസേയനെ ശക്തമായി എതിർത്തു. അതേ യേശു തന്നെയാണ് ഇന്നുള്ളത്. നിങ്ങളുടെ തകർച്ചയ്ക്കും നിങ്ങളുടെ നാശത്തിനും നിങ്ങളുടെ രോഗത്തിനും കാരണം പാസ്റ്റർമാരാണ്, അല്ലെങ്കിൽ ബ്രദർമാരാണ്, അല്ലെങ്കിൽ അച്ഛന്മാരാണ്, അല്ലെങ്കിൽ അവർ ബന്ധിച്ചതാണ്, ഇവർ ബന്ധിച്ചതാണ്, വേറെ ആൾ കൂടോത്രം ചെയ്തതാണ് എന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിച്ച് നടക്കുന്ന ഏതൊരു വ്യക്തിയാണോ, ഞാൻ 36 വർഷത്തിലേക്ക് ഈ മേഖലയിൽ ആത്മീയ മേഖലയിൽ കടക്കുകയാണ്, ഇന്നേ വരെ ഒരു ഫാമിലി പോലും രക്ഷപ്പെടുന്നത് കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് ഞാൻ 2 ഉദാഹരണം നിങ്ങളടുത്ത് പറയാം. ആദവും ഹവ്വയും പാപം ചെയ്തു. ഹവ്വയെടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് നീ പാപം ചെയ്തതിനാന്ന്? ആദത്തിനോട് ചോദിച്ചു, നീ എന്താ പാപം ചെയ്തതെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞ് ഈ സ്ത്രീ കാരണോ, ഇവള് കാരണോ, അല്ലെ ഞാൻ ചെയ്തതല്ലെന്ന്. സ്ത്രീയോട് ചോദിച്ചോ പറഞ്ഞ് പാമ്പ് കാരണമാണ്. അവർ മറ്റൊരാളെ പഴി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ നോക്കിയതാണ്. പക്ഷെ അവരെ വിട്ടില്ല, ദൈവം അവർക്ക് പണിഷ്മെൻറ്റ് നൽകി. അതേപോലെ ഒരു പ്രവാചകനുണ്ട്, നോഹ, യോന പ്രവാചകൻ. യോന പ്രവാചകൻ കപ്പലിൽ കടലും കാറ്റും കപ്പൽ തകരുന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞപ്പോൾ നീ ആരാണ് പാപം ചെയ്തത് എന്നുള്ള വ്യവസ്ഥയിൽ ചോദ്യം വന്നപ്പോൾ അത് ഞാനല്ല, അത് മറ്റേയാളാ, നിങ്ങൾ കപ്പൽ കൊണ്ട് നിർത്തിയത് കൊണ്ടാണ്, അത് വേറൊരാൾ എന്നെ ബന്ധിച്ചതാ, ഞാൻ നിനവേ പോയിരുന്നതാ, ഒരു മുടിഞ്ഞ പാസ്റ്റർ എന്നെ ബന്ധിച്ച് ഇതാണ്ട് എന്നെ നിനവേ പിന്നെ തർസത്തിലേക്കുള്ള കപ്പലിൽ കൊണ്ട് കയറ്റി. ഇതൊന്നും പറഞ്ഞില്ല. യോന പറഞ്ഞു, ഞാൻ പാപിയാണ്, എന്നെ എടുത്ത് കടലിലിട്ടു. സ്വയമേ പാപിയാണെന്ന് ഏറ്റു പറഞ്ഞവനെ ദൈവം രക്ഷിക്കാൻ കടന്നു വന്നു. ഫരിസേയൻ മറ്റൊരാളെ പഴി പറഞ്ഞുകൊണ്ട് സ്വയമേ നീതീകരിച്ചു, ദൈവം രക്ഷിച്ചില്ല. ആദവും ഹവ്വയും മറ്റൊരാളെ പരസ്പരം പഴി പറഞ്ഞു, രക്ഷിച്ചില്ല. എന്നാൽ യോനയാകട്ടെ സ്വയമേ കുറ്റമേറ്റെടുത്തു, രക്ഷിക്കാൻ തയ്യാറായി. ധൂർത്തപുത്രൻ്റെ ഉദാഹരണത്തിൽ ധൂർത്തപുത്രൻ സ്വയം കുറ്റമേറ്റെടുത്തു, രക്ഷിക്കാൻ തയ്യാറായി. നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് നിങ്ങളാണ് പ്രശ്നം, നിങ്ങളാണ് കുഴപ്പം, ഞാൻ നിമിത്തമാണ് തകർന്നത്, എൻ്റെ പ്രശ്നമാണ്, എൻ്റെ സ്വഭാവമാണ്, എൻ്റെ അന്ധവിശ്വാസമാണ് എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നതെന്ന് എന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരുന്നു, അന്നാണ് യഥാർത്ഥ ഡെലിവറൻസ് നിങ്ങൾക്ക് സംഭവിക്കത്തുള്ളൂ. ഗോഡ് ബ്ലെസ് യു.